ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ അനീഷ് അനിമോൾ പ്രണയം ബിഗ് ബോസ് സീസൺ 7 ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? അനീഷിന് പ്രാങ്ക് ആയിരിക്കും ഇത് ലാലേട്ടൻ ചോദിച്ച പോലെ? അല്ലായിരിക്കും. അപ്പോൾ ആദിലയോടും നൂറയോടും ഓൾറെഡി അനിമോൾ ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്താണ് അവർ പറയുന്നതെന്നറിയാനായിട്ട്. അവരുടെ വാക്കുകളിലേക്ക്. അയ്യോ, ചിന്തിക്കാൻ വയ്യ, എനിക്കും വലിയ സങ്കല്പങ്ങൾ എന്ന് അനിമോൾ. ഞെട്ടിത്തരിച്ച് ആദില. ഇത് പ്രതീക്ഷിച്ചതാണെന്ന് നൂറ. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ ഇനി വെറും 9 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇതിനിടയിൽ അനിമോളോട് അനീഷ് വിവാഹ അഭ്യർത്ഥന നടത്തിയതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അനീഷ് തന്നെ പ്രപ്പോസ് ചെയ്ത കാര്യം ആദിലയോടും നൂറയോടും പറഞ്ഞിരിക്കുകയാണ് അനിമോൾ. ആദില ഇക്കാര്യം കേട്ട് ഞെട്ടിത്തരിച്ചപ്പോൾ ഇത് പ്രതീക്ഷിച്ചതാണെന്ന് നൂറ പറഞ്ഞു. അനീഷ് ഏട്ടൻ കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചു എന്നാണ് ആദിലയോട് അനുമോൾ ആദ്യം പറയുന്നത്. സീരിയസ് ആയിട്ടാണോ എന്ന് ആദില ചോദിക്കുമ്പോൾ അതെ എന്നും അനു പറയുന്നുണ്ട്. ഞാൻ ആ മനുഷ്യനെ സ്വന്തം ചേട്ടനെ പോലെ കണ്ടിട്ടുള്ളൂ. നമ്മൾ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് മുന്നേ ഒക്കെ. പുള്ളി ദേഷ്യത്തിലാണ് എഴുന്നേറ്റ് പോയത്. പുറത്തിറങ്ങിയ ശേഷമായിരുന്നെങ്കിൽ നൈസായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തേനെ. ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ ചോദിക്കുന്നത് എന്നും അനുമോൾ പറയുന്നുണ്ട്. പിന്നാലെ സമീപകാലത്തായി അനീഷ് തന്നോട് കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഓർത്തോർത്ത് അനുമോൾ പറയുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ആയാലും ലവ് ട്രാക്കൊന്നും പിടിക്കില്ല, അതിനുള്ള ബോധമൊന്നുമില്ല. രാവിലെ ഷോ തീരാറായി, ഇത്രയും നാൾ കിട്ടിയ സ്നേഹമൊക്കെ ഇല്ലാണ്ടാവും, എനിക്ക് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി നിന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്നാണ് ആദില ചോദിക്കുന്നത്. വിശ്വസിക്കാൻ ആവുന്നില്ലെന്നും ആദില പറയുന്നുണ്ട്. ഈ അവസരത്തിലെല്ലാം വളരെ സൈലൻ്റ് ആയിട്ടാണ് അനീഷിനെ കാണപ്പെട്ടത്. നൂറയോടും അനുമോൾ ഇക്കാര്യം പറയുന്നുണ്ട്. എനിക്കിത് എപ്പോഴൊക്കെയോ ഇത് തോന്നിയിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്തു ഇരിക്കുകയായിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു ഇത്. ഇവിടെ സഹോദരനെ പോലെയാണ് പുള്ളിയെ കണ്ടത് എന്ന് നൂറ പറയുന്നുണ്ട്. ഇക്കാര്യം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ അനുമോൾ വിളിക്കുന്നുണ്ടെങ്കിലും അനീഷ് അതിന് തയ്യാറായില്ല. ആ ചേട്ടാ, എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പറയുന്നത് പുള്ളി വിചാരിച്ച് കാണുമോ? ഞാൻ എൻ്റെ പ്രാരാബ്ദം പറഞ്ഞപ്പോൾ വിചാരിച്ച് കാണാൻ വേണ്ടെന്ന്. 2 വർഷം കൂടി കാത്തിരിക്കണം. അപ്പോഴേക്കും പുള്ളിക്ക് 41 42 വയസ്സും. അയ്യോ, ചിന്തിക്കാൻ കൂടി വയ്യ. പ്രായം നോക്കിയൊന്നും അല്ല ഇഷ്ടപ്പെടുന്നത്, പക്ഷേ എനിക്കും ഇല്ല സങ്കല്പങ്ങൾ എന്ന് അനുമോൾ പറയുന്നുണ്ട്. ഏതായാലും ഇവർ നാല് പേരും അല്ലാതെ ഷോയിൽ മറ്റാരും തന്നെ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും കാത്തിരിക്കാം. അനീഷ് അനുമോളെ കല്യാണം കഴിക്കുമോ അതോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ എന്നറിയാനായിട്ട്.